ഇറ്റലിക്ക് പിന്നാലെ ബുർഹ നിരോധിക്കാൻ സ്വീഡനും. പൊതുസ്ഥലത്ത് ബുർഹയും നിഹാബും ധരിക്കുന്നതിനെതിരെ സ്വീഡൻ ഉപപ്രധാനമന്ത്രി ബുഷ് അബ്ബ രംഗത്തെത്തി. സ്വീഡനിൽ കഴിയുന്ന ഇസ്ലാം മത വിശ്വാസികൾ രാജ്യത്തിന്റെ നിയമവുമായി പൊരുത്തപ്പെടണമെന്നും ഇറാനിലോ സൗദി അറേബ്യയിലോ നടക്കുന്നതുപോലെ സ്വീഡനിൽ നടത്താനാകില്ലെന്നും ബുഷ് അബ്ബ പറഞ്ഞു. പൊതുയിടങ്ങളിൽ ബുർഹ ധരിക്കുന്നത് സ്ത്രീകളെ അടിച്ചമർത്തുന്നത് പോലെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റോഡുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ, ആശുപത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ബുർഹ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. സ്വീഡനിലെ മുനിസിപ്പാലിറ്റികൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നേരത്തെ ശ്രമിച്ചിരുന്നു. നമുക്ക് സാധിക്കുന്നതുവരെ ബുർഹ നിരോധിക്കണമെന്ന് ബുഷ് അബ്ബ വ്യക്തമാക്കി. മതപരമായ അടിച്ചമർത്തൽ നടത്തുന്നവരെ ശിക്ഷിക്കണം. പെൺകുട്ടികളുടെ ശരീരത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കണം. അതിനായി നഴ്സറി, പ്രൈമറി സ്കൂൾ കാലം മുതൽ കുട്ടികൾക്ക് ഹിജാബ് ധരിക്കാൻ നിർബന്ധിക്കരുത്. നവംബറിൽ നടക്കുന്ന യോഗത്തിൽ ബുർഹയും നിഹാബും നിരോധിക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കും. പൊതുസ്ഥലങ്ങളിൽ ബുർഹയും നിഹാബും നിരോധിക്കണമെന്നും പിഴ ചുമത്തണമെന്നുമുള്ള ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഈ നീക്കം.